ഇലക്ഷന്റെ ഒരു പുതിയ വിശേഷമായിട്ട് വന്നാലോ? എന്താണ് MCC അല്ലെങ്കിൽ ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്? ഇലക്ഷൻ സമയത്തായിരിക്കും ഈ പേര് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കുക. കാരണം ഇത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണല്ലോ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ ഇതിന്റെ അവസാനം വരെ കുറച്ചാളുകൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, പാർട്ടികൾ ഇവർ കൃത്യമായി ന്യായമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുവാനായി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി കുറച്ച് നിബന്ധനകളായിട്ടുണ്ട്. ഇതിനെല്ലാം പറയുന്ന ഒന്നാണ് ഈ MCC എന്ന് പറയുന്നത്. ഈ MCCയുടെ പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാല് തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവുമാക്കുക, വോട്ടർമാരെ പ്രഭാവിതരാക്കാതെ വോട്ടെടുപ്പ് നടത്തുക, സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കുക. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ MCCയുടെ വരവ്. എന്താന്ന് വെച്ചാൽ MCCയിൽ ഉൾപ്പെടുന്ന ചില പ്രധാന നിബന്ധനകളുണ്ട്. അധികാര ദുരുപയോഗ നിരോധനം, അതായത് സർക്കാർ പദ്ധതികൾ, പണം എന്നിവയെല്ലാം തന്നെ ഇവൻ വാഹനങ്ങൾ പോലും പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മതം, ജാതി പ്രചാരണത്തോടുകൂടി ആസ്പദമാക്കിയുള്ള വോട്ട് ചോദിക്കൽ നിരോധിക്കുക. ആ ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ വോട്ടർമാരോട് അനാവശ്യപരമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവാനേ പാടില്ല. അതായത് മദ്യം, പൈസ, ലഹരി ഇവയൊന്നും വേണ്ടേ വേണ്ട. ന്യായമായിട്ടുള്ള പ്രചരണമായിരിക്കണം. മറ്റുള്ളവരെ നോവിക്കുന്ന തരത്തിലോ മറ്റുള്ളവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളോ പറഞ്ഞുകൊണ്ടോ പ്രചരിപ്പിച്ചുകൊണ്ടോ ഉള്ള പ്രചരണങ്ങൾ വേണ്ടേ വേണ്ട. പുതിയ സർക്കാർ പദ്ധതികൾ അനേകം ഉണ്ടാവാം, ഉണ്ടാവാതെ ഇരിക്കാം. അതൊന്നും പ്രചരണത്തിനായി വേണ്ടി പ്രഖ്യാപിക്കാൻ പാടുള്ളതല്ല. MCC ലംഘിച്ചാലോ കുറെ കടമ്പുകളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ വക മുന്നറിയിപ്പ്, കേസ്, പ്രചാരണ വിലക്ക്, എന്തിന് സ്ഥാനാർത്ഥിയുടെ അയോഗ്യത വരെ ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയോ പാർട്ടികളോ ഇതെല്ലാവരും അവെയർ ആണ്. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ചുരുക്കം ചിലയിടങ്ങളിൽ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വാർത്ഥ താല്പര്യത്തിനായി ഇതെല്ലാം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെല്ലാം നമുക്ക് നോ പറയാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ MCC വാർത്ത ഇവിടം വരെയുള്ളൂ. നന്ദി, നമസ്കാരം. പുതിയൊരു വാർത്തയായും വരാം, അല്ലെ പുതിയുള്ള അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരെ ഓക്കെ, ബൈ.